എല്ലാവർക്കും പത്രമല്ലേ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. കോടതിയുടെ പുറത്ത് വെച്ചിട്ട് നവിയും നയനയും കൂടെ വേണുവിനോട് തർക്കിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. നിങ്ങൾക്ക് സന്തോഷമായല്ലോ, കേസ് തോക്കുമെന്നറിയാൻ അഡ്വക്കേറ്റിനെ കാണാൻ വന്നതാണോ എന്നൊക്കെ ഇങ്ങനെ നവ്യ ചോദിക്കുന്നുണ്ട്. ആ അഹങ്കാരിയായ പെണ്ണ് ഓരോന്ന് കാണിച്ചു വെച്ചിട്ട് എന്നോട് ദേഷ്യപ്പെട്ട് ഒരു കാര്യമില്ലെന്നൊക്കെ ഇങ്ങനെ വേണുവും പറയുന്നുണ്ട്. അപ്പോൾ നവ്യ പറയാണ്, ഞങ്ങളുടെ അനിയത്തി അഹങ്കാരിയൊന്നുമല്ല, ആരാണ് അഹങ്കാരി എന്നൊക്കെ എല്ലാവർക്കും അറിയാം. നിങ്ങളുടെ വീട്ടിൽ നിന്ന് ഒരാൾ വന്നിട്ടില്ലേ അനന്തപുരിയിലേക്ക്, അവളാണ് അഹങ്കാരി എന്നൊക്കെ അനാമിയെക്കുറിച്ചും നവ്യ പറയുന്നുണ്ട്. ഇതിന് പിന്നിൽ പ്രവർത്തിച്ചൊരാരാണെങ്കിലും ഞങ്ങൾ വെറുതെ വിടാൻ പോണില്ല എന്നൊക്കെ ഇങ്ങനെ നവ്യയും നയനയും കൂടെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കാണ് നന്ദു ജീപ്പിൽ വരുന്നത് കാണുമ്പോൾ വേണുവിന് നല്ല സന്തോഷമാവുകയാണ് കേട്ടോ. പക്ഷേ നയനയ്ക്കും നവിക്കും വളരെയധികം സങ്കടമാവുകയാണ്. അങ്ങനെ നയനയും അവരെല്ലാവരും കൂടെ നന്ദുവിൻ്റെ അടുത്തേക്ക് പോകുന്നുണ്ട്. എന്നോട് പോലീസുകാരൊക്കെ മാന്യമായിട്ടാ പെരുമാറിയെന്നൊക്കെ നന്ദു ഇങ്ങനെ പറയുന്നുണ്ട്. എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിച്ചേക്കെന്നൊക്കെ ഇങ്ങനെ നന്ദു അവരോട് പറയുന്നുണ്ട്. നേരത്തെ എത്തിയല്ലേ എന്നൊക്കെ ഇങ്ങനെ വേണുവിനോട് ചോദിക്കുന്നു. ഈ കേസ് എങ്ങനെയാണ് ഉണ്ടായെന്നൊക്കെ എനിക്കറിയാം, പലർക്കും അത് പേടിയാണ്, അത് തടയാൻ വേണ്ടിയിട്ടാണ് ഓരോരുത്തർ ശ്രമിക്കുന്നു എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് SI നന്ദുവിനെയും കൂട്ടി കോടതിയുടെ ഉള്ളിലേക്ക് പോകുന്നുണ്ട് കേട്ടോ. നവിയെയും വേണുവിൻ്റെ ദേഷ്യത്തിൽ നോക്കിയിട്ട് ഉള്ളിലേക്ക് പോകുന്നുണ്ട്. അപ്പോൾ വേണു മനസ്സിൽ വിചാരിക്കുന്നുണ്ട്, എന്തായാലും നന്ദുവിനെ ഇന്ന് ജയിലിലേക്ക് കൊണ്ടുപോകുന്ന കാഴ്ച കണ്ടിട്ട് ഞാൻ ഇവിടെ നിന്ന് പോകുന്നുള്ളൂ എന്നൊക്കെ. മൊഴി കൊടുത്ത രേണുകയും ശരവണനൊക്കെ അവിടെ ഇരിപ്പുണ്ട്. നന്ദുവിനോട് പബ്ലിക് പ്രോസിക്യൂട്ടർ ചോദിക്കുന്നുണ്ട്, കളരി അറിയാമോ എന്ന ചോദ്യത്തിന് നന്ദു പറയുന്നുണ്ട്, കളരി അറിയാം, കരോട്ടെ അറിയാം, ബ്ലാക്ക് ബെൽറ്റ് പിന്നെ ഈ ശരവണനെ എന്തിനാണ് വെറുതെ പോയി ആ പയ്യനെ അടുത്തതായിട്ട് കോടതി മുറിയാണ് കേട്ടോ കാണിക്കുന്നത്. ഒരു പെൺകുട്ടിയെ വളരെ മോശമായിട്ട് പെരുമാറുന്ന കണ്ടുകൊണ്ട് ഞാൻ ഇടപെട്ടതാണ്. അത് കണ്ടില്ല എന്നടിക്കാൻ എനിക്ക് പറ്റത്തില്ല സാർ, അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇടപെട്ടതെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. നന്ദ SI ലിസ്റ്റിലുണ്ടോ എന്നൊക്കെ ഇങ്ങനെ അഡ്വക്കേറ്റ് സമയം ചോദിക്കുന്നുണ്ട്. പറയുന്നുണ്ട്. അതിന് വേണ്ടിയിട്ടൊരു പ്രാക്ടീസ് നടത്തിയാണോ എന്നൊക്കെ അഡ്വക്കേറ്റും ചോദിക്കുന്നുണ്ട്. അഡ്വക്കേറ്റ് രേണു എന്ന മൊഴി കൊടുത്ത പെൺകുട്ടിയാണ് വിളിക്കുന്നത് കേട്ടോ. വിളിക്കുന്ന സമയത്ത് വേണു പറയുന്നുണ്ട്, നീ പോയി തൻ്റെ അടുത്തോടെ കള്ളമൊഴി കൊടുക്കുമോളെ എന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ പറയുന്നുണ്ട്. നല്ല പുഞ്ചിരിയോടെ ഇരിക്കുകയാണ് കേട്ടോ വേണു. നന്ദന പറഞ്ഞതൊക്കെ രേണുക കേട്ടതല്ലേ, അപ്പോഴും നീ ഈ പോലീസിൽ കേസ് കൊടുത്ത സമയത്ത് കള്ളമൊഴി കൊടുത്തതാണോ എന്നൊക്കെ ഇങ്ങനെ അഡ്വക്കേറ്റ് ചോദിക്കുന്ന സമയത്ത്, ഇല്ല, ഞാൻ ഒരിക്കലും കള്ളമൊഴി കൊടുത്തതൊന്നുമല്ല, എനിക്ക് അയാളെ പരിചയമില്ല. പക്ഷേ അവിടെ നിൽക്കുന്ന ആ പെൺകുട്ടി അയാളെ തല്ലുന്നത് കണ്ട് ഞാൻ ഓടിച്ചെന്നതാ. ആദ്യമായിട്ടാണ് ആ ശരവണനെയും പെൺകുട്ടിയും കാണുന്നത് തന്നെ എന്ന് പറയാണ്. എനിക്ക് തല്ലണമെന്ന് തോന്നി തല്ലി എന്നാണ് നന്ദു ഇങ്ങനെ പറഞ്ഞത് എന്നൊക്കെ ഇങ്ങനെ പറയാണ് കേട്ടോ. എന്നിട്ട് നന്ദു ഇങ്ങനെ മുഴപ്പിച്ച് നോക്കുന്ന സമയത്ത് ഇവക്ക് ഒരുമാതിരി പേടിയായിട്ട് ജഡ്ജിയോട് എന്നെ പറയണ, കണ്ടോ സാർ, എവളെ എന്നെ നോക്കുന്നുണ്ടോ, ഇത്രയും ആരോഗ്യമുള്ള ഒരു പയ്യനെ തന്നെ അവൾ ഇത്രയും അടുക്കുകയും ഇടിക്കുകയും ചെയ്ത അവൾ എന്നെ പുറത്തിറങ്ങി എന്നെ അതിനെക്കാട്ടി നല്ല രീതിയിൽ ഉപദ്രവിക്കും. രീതിയിൽ കള്ളമൊഴി കൊടുക്കുന്നുണ്ട് കേട്ടോ. അവൾ വെറുതെ പോയ ഒരു പയ്യനെ വളരെ നല്ല രീതിയിൽ തല്ലുകയും ചെയ്യുന്നുണ്ട്. പിന്നെ അതിനുശേഷം തല്ലി തറയിൽ വീഴുന്ന അവളെ കാലുകൊണ്ട് ചവിട്ടുകയൊക്കെ ചെയ്യുന്നുണ്ട്. അങ്ങനെ ഞാൻ ഓടിച്ചെന്ന് കരച്ചിൽ കേട്ടിട്ടാണ് ഞാൻ ഓടിച്ചെന്ന് ചോദിക്കുകയൊക്കെ ചെയ്തത് എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ നല്ല രീതിയിൽ കള്ളമൊഴിയൊക്കെ കൊടുത്തിട്ട് ആ കുട്ടി പോവുകയാണ് കേട്ടോ. അവിടെ പോയി സീറ്റ് പോയി ഇരിക്കുന്നുണ്ട്. ഇല്ലാതെ വന്നപ്പോൾ കണ്ണിക്കണ്ടവരെയൊക്കെ തല്ലുന്നു, അത്രയേ ഉള്ളൂ നന്ദന ചെയ്യണ കാര്യം എന്നൊക്കെ ഇങ്ങനെ അഡ്വക്കേറ്റ് പറയാണ് കേട്ടോ. നയനയും നവിയൊക്കെ വളരെ വിഷമിച്ചിരിക്കുകയാണ് കേട്ടോ. നമ്മൾ കേസ് തോറ്റു പോകും എന്നുള്ള രീതിയിലിരിക്കുകയാണ്. അടുത്തായിട്ട് തല്ലുകൊണ്ട ശരവണൻ എന്ന പയ്യനെ വിളിക്കുകയാണ്.
ചോദിക്കുന്നുണ്ട്, ശരവണനെ തല്ലിയത് ഈ കുട്ടിയല്ലേ എന്നൊക്കെ. അപ്പോൾ അതേ എന്നൊക്കെ പറയുന്നുണ്ട്. ഈ കുട്ടിയെ മുൻപരിചയം ഉണ്ടെന്നൊക്കെ അഡ്വക്കേറ്റ് ചോദിക്കുന്ന സമയത്ത് പറയുന്നുണ്ട്, ഇല്ല, ഞാൻ ആദ്യമായിട്ടാണ് ആ കുട്ടിയെ കാണുന്നത്. ഞാൻ വെറുതെ നടന്നിങ്ങനെ പോയിരുന്ന സമയത്ത് നിനക്ക് നല്ല തണ്ടും തടിമിടുക്കൊക്കെ ഉണ്ടല്ലോ, നീ ഒന്ന് കൈ നോക്കുന്നുണ്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് അവൻ്റെ നേരെ ഇങ്ങനെ നന്ദു ചെന്നെന്നൊക്കെയാണ് കള്ളമൊഴി കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ അവൻ പറയുന്നുണ്ട്, എനിക്ക് താല്പര്യമില്ലെന്ന് പറഞ്ഞിട്ട് നീ എന്തിനാടാ പിന്നെ ആണാറ്റ് നടക്കുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് വളരെയധികം തല്ലുകയും ചെയ്യുകയാണ്. അപ്പോൾ ഞാൻ പിന്നെ തിരിച്ചൊന്നും തല്ലിയില്ല. കാര്യം ഒരു പെൺകുട്ടിയെ തല്ലുന്നത് ശരിയല്ലോ. ഞാൻ ഇങ്ങനെ കേട്ടപ്പം തന്നെ ഞാൻ ഷോക്കായിട്ട് നിൽക്കുകയായിരുന്നു എന്നൊക്കെ ഈ പയ്യൻ ഇങ്ങനെ പച്ചക്കള്ള ഇങ്ങനെ പറയുകയാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെ കേട്ടിട്ട് നന്ദു ദേഷ്യപ്പെട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. കൊണ്ട് മാത്രമാണ് ആ രേണു എന്ന ആ പെൺകുട്ടി അപ്പോഴും അവിടെ വരാൻ തോന്നിയത്. ആ കുട്ടി വന്നത് കൊണ്ട് മാത്രമാണ് എനിക്ക് ഈ പരുവത്തിലെങ്കിലും ഈ കോടതിയിലെത്താൻ കഴിഞ്ഞു എന്നതൊക്കെ ഇങ്ങനെ ആ പയ്യൻ വളരെ കള്ളമായിട്ട് ഭയങ്കര ഇതായിട്ട് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെ കേട്ടിട്ട് നന്ദുവിന് നല്ല ദേഷ്യമായിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ അഡ്വക്കേറ്റ് പറയുന്നുണ്ട്, ഇത്രയും ചെയ്ത ഈ പ്രതിയെ എന്തായാലും SA ആവാനുള്ള ഒരു അർഹതയും ഇല്ലെന്നും അതുപോലെ തന്നെ നല്ല രീതിയിലുള്ള ശിക്ഷ കൊടുക്കണമെന്നും പറഞ്ഞിട്ട് അഡ്വക്കേറ്റ് പോയിരിക്കുന്നുണ്ട്. സമയത്ത് വേണുവിന് ഭയങ്കര സന്തോഷമാവേണം കേട്ടോ. നന്ദു എന്തായാലും ജയിലിൽ പോവും എന്നുള്ളതിൽ ഹാപ്പിയായിട്ടിരിക്കുകയാണ്. ജഡ്ജി ചോദിക്കുന്നുണ്ട്, ഡിഫൻസിന് വേണ്ടി ആരെങ്കിലും ഹാജരായിട്ടുണ്ടോ എന്ന് ചോദിക്കുന്ന സമയത്തേക്ക് മാരാർ വക്കീൽ എണീക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ പറയുന്നുണ്ട്, നന്ദു പറയുന്നുണ്ട്, ഇല്ല, എൻ്റെ കേസ് ഞാനാണ് വാദിക്കുന്നതെന്ന് നന്ദു പറയുന്നുണ്ട്. അപ്പോൾ ഈ സമയം നയനയും നവ്യയും ഭയങ്കര ടെൻഷൻ അടിച്ച്, ഇവൾ എന്തായി കാണിക്കുന്നത്, ഇവൾക്ക് എന്താ പ്രശ്നം, ഇവളെന്തിനാ അങ്ങനെ പറയുന്നത് എന്നൊക്കെ ഇങ്ങനെ അവർ പരസ്പരം ഇങ്ങനെ പറയാണ് കേട്ടോ. രേണു പറയുന്നുണ്ട്, എന്തായാലും ഇവള് നാളെ ജയിലിൽ പോകാന്നുള്ളത് ഇന്നേ പോകുന്ന തോന്നുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് ചിരിക്കുന്നുണ്ട് കേട്ടോ മനസ്സിലിങ്ങനെ. നന്ദു പറയുന്നുണ്ട്, മൊഴി കൊടുത്ത രേണുവിന് വിസ്തരിക്കാൻ അനുവാദം നൽകണമെന്ന്. അപ്പം രേണുവിനെ വിളിക്കുകയാണ് കേട്ടോ കോർട്ടിലോട്ട്. അപ്പോൾ രേണു വന്ന് നിന്നിട്ട് രേണുവിനടുത്ത് നന്ദു കുറേ ക്വസ്റ്റ്യൻസ് അങ്ങോട്ട് ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെ കേട്ടിട്ട് രേണുവിന് പേടിയാവുന്നുണ്ട്. കാര്യം എന്താ ജോലി എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് ആ കുട്ടി പറയുന്നുണ്ട്, എനിക്കൊരു ബ്യൂട്ടി പാർലറാണ്, ബ്യൂട്ടി പാർലർ മാത്രമേ ഉള്ളൂ എന്നൊക്കെ ചോദിക്കുമ്പോൾ അല്ല, ഒരു മസാജ് സെൻറ്ററും ഉണ്ട് എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. നന്ദു ഇങ്ങനെ ഓരോ ചോദ്യങ്ങൾ ചോദിക്കുന്ന സമയത്ത് അഡ്വക്കേറ്റിനെ നോക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴാണ് നമുക്ക് മനസ്സിലാകുന്നത് അഡ്വക്കേറ്റും കൂടെ ചേർന്നിട്ടാണ് ഇങ്ങനെ അവർ തമ്മിൽ ഒരു അണ്ടർസ്റ്റാൻഡ് ആയിരുന്നു എന്നുള്ളത് മനസ്സിലാകുന്നത്. കാര്യം അദ്ദേഹം ഗുഡ് എന്നൊക്കെ ഇങ്ങനെ കാണിക്കുന്നുണ്ട്. ലോക്കപ്പിൽ വെച്ചിട്ട് ഇങ്ങനെ പറഞ്ഞ കാര്യം അഡ്വക്കേറ്റും നന്ദും കൂടെ പറഞ്ഞ കാര്യം ജസ്റ്റ് ഒന്ന് കാണിക്കുന്നുണ്ട് കേട്ടോ. അതായത് ഒന്നും മറന്നു പോകില്ലെന്നും കോടതിയിൽ വരുമ്പോൾ എല്ലാം ഓർമ്മ വേണമെന്നൊക്കെ ഇങ്ങനെ അഡ്വക്കേറ്റ് ഒരു വാണിംഗ് പോലെ കൊടുക്കുന്നതൊക്കെ ഇങ്ങനെ കാണിക്കുന്നുണ്ട്. ഇങ്ങനെ ചോദിക്കുകയാണ്, 2023 സെപ്റ്റംബർ 5-ാം തീയതി നിങ്ങളുടെ ഫെദർ ടച്ച് എന്ന് എവിടെ റെയ്ഡ് നടന്നില്ലെന്നാ, നിങ്ങൾ ഉൾപ്പെടെ 4 സ്ത്രീകളും 2 പുരുഷന്മാരെയും പോലീസ് അറസ്റ്റ് ചെയ്തില്ലേ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്ന സമയത്ത് രേണുവൊക്കെ ഞെട്ടിയിരിക്കുകയാണ് കേട്ടോ. വേണു ഷോക്കായിപ്പോൾ വേണം, ഇതൊക്കെ എന്താണെന്നുള്ള രീതിയിൽ ആ കേസിൽ നിങ്ങൾക്ക് ജാമ്യം പോലും കിട്ടില്ല, അതുപോലെ തന്നെ നിങ്ങൾ ഉൾപ്പെടെ 6 പേരെ 6 മാസം വരെ നിങ്ങളെ ജയിലായിരുന്നില്ലേ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ് കേട്ടോ. ആ സമയത്ത് ആ കുട്ടി പേടിച്ചിങ്ങനെ നിൽക്കുകയാണ്. ആ കുട്ടി ഒന്നും മിണ്ടാതെ നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ ജഡ്ജി ചോദിക്കും, നിങ്ങൾ എന്താ ഒന്നും പറയാതെ നിൽക്കുന്നത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ പബ്ലിക് പ്രോസിക്യൂട്ടർ ചോദിക്കുന്നുണ്ട്, ആ കേസുമായി ഇതിന് എന്താണ് ബന്ധമെന്നൊക്കെ. അപ്പോൾ ജഡ്ജി പറയുന്നുണ്ട്, എന്തായാലും ഒരു മൊഴി പറയുമ്പോൾ ആ കുട്ടിയുടെ അതിനുള്ള യോഗ്യത ഉണ്ടോയെന്നും കൂടെ ഇങ്ങനെ ചെക്ക് ചെയ്യേണ്ടതല്ലേ എന്നൊക്കെ ഇങ്ങനെ ജഡ്ജി തന്നെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. കുട്ടി പറയുന്നുണ്ട്, അതെന്നെ മനഃപൂർവ്വം കുടുക്കിയതാണെന്നൊക്കെ. പക്ഷേ അപ്പോൾ നന്ദു പറയാണ്, എന്തൊക്കെയായാലും കോടതി അന്വേഷിച്ച് നിങ്ങൾക്ക് ശിക്ഷിക്കുകയും ചെയ്തതാണ്. പറയുന്നുണ്ട്, ഇങ്ങനെ സാമൂഹ്യ വിരുദ്ധരായ ഒരു ജയിലിൽ കിടന്ന ഒരു പുള്ളിയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് എന്നെ അറസ്റ്റ് ചെയ്തതെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. ശരവണനെയാണ് വിസ്തരിക്കാൻ വേണ്ടിയിട്ട് വിളിച്ചിട്ട് ചോദിക്കുകയാണ്, നീ ഒരു ഗുണ്ടയാണോ എന്നൊക്കെ. അപ്പോൾ പറയണ, ഇല്ല, ഞാൻ ഒരു ഗുണ്ടയൊന്നുമല്ല എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. ഒരു കള്ളലക്ഷണത്തോടെ അവൻ ഇങ്ങനെ നോക്കുന്നുമുണ്ട്. അപ്പം നീ ആരോ ദേഹത്തും കൈവച്ചിട്ടും ഇല്ലേ എന്നൊക്കെ ഇങ്ങനെ നന്ദു ചോദിക്കുന്ന സമയത്ത് അവൻ പറയുന്നുണ്ട്, ഞാൻ ആവശ്യമില്ലാതെ ആരെയും ഉപദ്രവിക്കാറില്ല, അങ്ങനെ സാഹചര്യം ഉണ്ടെങ്കിൽ മാത്രം ഞാൻ കൈവയ്ക്കാറുണ്ട്. എങ്കിൽ പിന്നെ നീ അന്ന് ഞാൻ നിന്നെ അടിച്ച സമയത്ത് നീ എന്നെ തല്ലാത്ത എന്താന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്ന സമയത്ത് പറയുന്നുണ്ട്, ഞാനത് അപ്പോഴും മറുപടി പറഞ്ഞതാണ്, ഒരു ഗേൾസ് ആയതുകൊണ്ടാണ് നിന്നെ ഞാൻ തല്ലാത്തതെന്നൊക്കെ ഇങ്ങനെ അവനും ഇങ്ങനെ മറുപടി പറയുന്നുണ്ട് കേട്ടോ. ഇങ്ങനെയാണെങ്കിൽ നീയും ജയിലിൽ കിടന്നില്ലേ, ഗുണ്ട ആക്ട് പ്രകാരം നീയും ജയിലിൽ കിടന്നതല്ലേ എന്നൊക്കെ ഇങ്ങനെ പറയുന്ന സമയത്ത് അവൻ ഞെട്ടി നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ പറയുന്നുണ്ട്, ഒന്നും മിണ്ടാതെ ഇങ്ങനെ നിൽക്കുകയാണ് ഷോക്ക് ഏറ്റതുപോലെ. അപ്പോൾ പറയുന്നുണ്ട്, നീ ജയിലിൽ കിടന്നിട്ടുണ്ടോ എന്ന് ചോദിക്കുന്ന സമയത്ത് കിടന്നിട്ടുണ്ടെന്ന് അവൻ സമ്മതിക്കുകയാണ്. നന്ദി ചോദിക്കുന്നുണ്ട്, ഈ രേണുവിനെ നിനക്ക് അറിയില്ല എന്നൊക്കെയല്ലേ നീ പറഞ്ഞത്, നീ എല്ലാ മാസവും ആ മസാജ് സെൻറ്ററിൽ പോണതും എല്ലാ ഇങ്ങനെ ക്യാമറയിൽ പതിഞ്ഞിട്ടുണ്ടെന്നൊക്കെ ഇങ്ങനെ പറയുന്ന സമയത്ത്
ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. പിന്നെ എന്ത് പറയണമെന്ന് അറിയാതെ നിൽക്കുകയാണ്. പിന്നെ നിനക്ക് അറിഞ്ഞൂടാത്ത ഒരാളാണെന്നും നീ ഫസ്റ്റ് ടൈമാണ് അവിടെ കാണുന്നതെന്നൊക്കെ ഇങ്ങനെ പറഞ്ഞത് കള്ളമാണോ അല്ലേ? നിനക്ക് അറിയാമെന്നുണ്ടെങ്കിൽ നീ അവളെ കണ്ടപ്പോൾ എന്തേ കണ്ണ് പൊത്തിക്കളഞ്ഞു എന്നൊക്കെ ഇങ്ങനെ കളിയാക്കിയും കൊണ്ട് ഇങ്ങനെ ദേഷ്യപ്പെട്ടതൊക്കെ ചോദിക്കുന്നുണ്ട്. രീതിയിൽ അവനെ എടുത്തിട്ട് കുടയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെ ജഡ്ജി നോട്ട് ചെയ്യുന്നുണ്ട്. ഇതോടെ ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുകയാണ്. അപ്പോൾ എല്ലാവരും ഈ എപ്പിസോഡ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.